അൻവർ പാലേരി ഖത്തറിലെ ദോഹയിൽ നിന്നാണ് ചേരുന്നത്. അൻവർ, നമ്മൾ അല്പം മുമ്പാണ് ഈ ആക്രമണം സംബന്ധിച്ച വിവരം സ്ഥിരീകരിക്കുകയും അതിൻ്റെ ദൃശ്യങ്ങളടക്കം മലയാളികൾ പകർത്തിയത് പുറത്തുവിടുകയും ചെയ്തത്. അതിനുശേഷം എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറിയോ ശബ്ദങ്ങളോ ആക്രമണത്തിന്റെ വിവരങ്ങളോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഗോകുൽ, അത്തരത്തിലുള്ള യാതൊരു സംഭവങ്ങളും എവിടെയും അതിനുശേഷം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്കറിയാം, നേരത്തെ നമ്മുടെ ഓഫീസിന് മുകളിലായിരുന്നു ഏറ്റവും വലിയ ദൃശ്യം കണ്ടിരുന്നത്. അതായത് നമ്മുടെ ഓഫീസിന്റെ നേരെ മുകളിലാണ് ഇത്ര വലിയ തീഗോളങ്ങൾ, ഡ്രോണുകളും മിസൈലുകളുടെ ഒക്കെ ദൃശ്യം നമ്മൾ കണ്ടിരുന്നത്. ആ സമയത്ത് എല്ലാ ആളുകളും പുറത്തിറങ്ങി അല്പം പരിഭ്രാന്തരായി എന്നത് ശരിയാണ്. പക്ഷെ അതിനുശേഷം ഒരു 7 മണിക്ക് ശേഷം ഒരു 7:15 ഖത്തർ സമയം 7:15 അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉണ്ടാവുകയും വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം പല ഭാഗങ്ങളിലും ഖത്തറിന്റെ ചില ഈ അൽ-ഉദൈദ് വ്യോമതാവളത്തിന് സമീപത്ത് നിന്ന് ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണ് കിടക്കുന്നത് വളരെ കൗതുകത്തോടെ, ഏറെക്കുറെ വളരെ ലാഘവത്തോടെ അത് കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത മലയാളികളൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ അതുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആശങ്കയും ഖത്തറിൽ ഇപ്പോൾ നിലവിലില്ല. ഇനി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്കയാവുന്നത് ഇന്നും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യേണ്ട, ഇന്നും നാളെയും ഒക്കെ ആയി നാട്ടിലേക്ക് പോകേണ്ട ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ യാത്ര മുടങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള വലിയ ആശങ്കകളുണ്ട്. അതുപോലെ യുദ്ധം നീണ്ടുപോയാൽ മറ്റു തരത്തിലുള്ള പല തരത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാവും. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തർ വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങൾ. രാജ്യത്തിന്റെ മണ്ണും ഇവിടെയുള്ള ജനങ്ങളെയും തൊട്ടുകളിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ള ശക്തമായ ഉറച്ച നിലപാടുമായി തന്നെ ഖത്തർ മുന്നോട്ട് പോവുകയാണ്. അതിന് ഇറാൻ വളരെ കൃത്യമായി കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇറാൻ പറഞ്ഞത്, ഞങ്ങൾ ഒരിക്കലും ഖത്തറിലെ ജനങ്ങളെ ലക്ഷ്യമാക്കിയല്ല ആക്രമണം നടത്തിയത്. ഖത്തർ ഞങ്ങളുടെ സഹോദര രാഷ്ട്രമാണ്. ഞങ്ങൾ ആക്രമിച്ചത് അമേരിക്കയുടെ വ്യോമതാവളത്തെ, അൽ-ഉദൈദ് വ്യോമതാവളത്തെ മാത്രമാണ്. അത് ശരിയുമായിരുന്നു. കാരണം ഖത്തറിന്റെ ഒരു ഭാഗത്തും ഒരു തരത്തിലുള്ള ആളപായമോ പരിക്കുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. വ്യോമതാവളത്തിനകത്ത് എന്തെങ്കിലും തരത്തിൽ അതുണ്ടായതായും അറിവില്ല. കാരണം ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അക്കാര്യം വ്യക്തമാക്കിയിട്ട് നോ കാഷ്വാലിറ്റീസ്, നോ ഡെത്ത്, ഒന്നും ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ ഖത്തർ അത് വളരെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പിന്നെ ആദ്യം ഇത് സംഭവം കഴിഞ്ഞ ഉടനെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വന്നത്, അള്ളാഹുവിന്റെ ദൈവത്തിന്റെ കാരുണ്യത്തോടെ ഞങ്ങൾക്ക് ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു. വ്യോമതാവളത്തെ ലക്ഷ്യമാക്കി മിസൈലുകൾ വന്നു, അതിന് ഞങ്ങൾ വിജയകരമായി പ്രതിരോധിച്ചു. പക്ഷേ ഇത് GCCയിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ തരത്തിലുള്ള ചില മാറ്റങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ സൗദി അറേബ്യ ഉൾപ്പെടെ GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഖത്തറിനെ ആക്രമിച്ചത് ശരിയായില്ല, ഇത് ഖത്തറിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട്. അതിന് വരുന്ന ആളുകളിൽ ഏതൊക്കെ രീതിയിലായിരിക്കും ഇത്തരം ചർച്ചകൾ പോവുക? ഇനിയിപ്പോ GCCയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുക. എന്തായാലും ഗോകുൽ, ഒരു തരത്തിലും മലയാളികളിൽ വലിയ ആശങ്കയൊന്നും ഇവിടെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ നമ്മളോട് പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്കതിന് പറയാൻ കഴിയുന്ന ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇത് വ്യോമതാവളം ലക്ഷ്യമാക്കി തങ്ങൾക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഇസ്രായേലിൽ മാത്രമായിരിക്കില്ല ഞങ്ങൾ ആക്രമിക്കുക. അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇറാന്റെ ഒരാവശ്യമാണ്. ഗൂഗിൾ, തീർച്ചയായും അതാണ് അൻവർ പാലേരി വ്യക്തമാക്കുന്നത്. ഒരുപാട് മലയാളികൾ, നമ്മളുടെ പ്രേക്ഷകർ, നമ്മുടെ സുഹൃത്തുക്കളടക്കം ഈ ആക്രമണങ്ങൾ, ഇനി തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുമോ, അത് ഖത്തറിന് നേരെയാകുമോ, ഖത്തറിലുള്ള ആളുകൾക്ക് നേരെയാകുമോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇറാന്റെ ഒരു ടെസ്റ്റ് ഡോസ് എഗെയിൻസ്റ്റ് US എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ US-ന്റെ മിലിറ്ററി ക്യാമ്പുകൾക്ക് നേരെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന്, അത് സാധ്യമാണ്, അത് ചെയ്യും, അതിന് മടിക്കില്ല എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു സൂചന ആക്രമണമായാണ് വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തിലാണ് വിദേശകാര്യ വിദഗ്ധരെല്ലാം ഇതിനെ വിലയിരുത്തുന്നതും. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെയും മലയാളികൾ അവിടെ നിന്ന് ഈ ആക്രമണത്തിന് ശേഷം അവിടെ തകർന്നു വീണ, അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് കിടക്കുന്ന മിസൈൽ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളോ ഒക്കെയാണ്. ഇത്തരത്തിൽ തീ പടർന്ന അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ മലയാളികൾ പകർത്തിയ ദൃശ്യങ്ങളാണ്. മുമ്പ് അൻവർ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 7:30 സമയത്തോടു കൂടിയാണ് 25-30 മിനിറ്റ് വരെ ഈ പൊട്ടിത്തെറി ശബ്ദങ്ങളൊക്കെ നീണ്ടു നിന്നു. ആകാശത്ത് നിന്ന് തീപ്പൊരി ചിതർന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു എന്നാണ് മുമ്പ് ഖത്തറിൽ നിന്ന് ചേർന്ന നമ്മുടെ മലയാളികളായ സുഹൃത്തുക്കൾ പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് യാതൊരുവിധ ആക്രമണങ്ങൾ ദൃശ്യമായിട്ടില്ല, പൊട്ടിത്തെറികൾ ദൃശ്യമായിട്ടില്ല എന്ന് വിശദീകരിക്കുന്നുണ്ട്.